എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. സിപിഐക്കെതിരെ സിപിഐഎം സംസ്ഥാന സമിതിയിൽ കോടിയേരിയുടെ നിശിത വിമർശനം. വൻകിട കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ സിപിഐക്ക് ഇരട്ടത്താപ്പ്. ടാറ്റയുടെ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ എതിർത്തത് കാനം. സിപിഐ ബോധപൂർവം സിപിഐഎം വിരുദ്ധത സൃഷ്ടിക്കുന്നു. മൂന്നാറിൽ യുവമോർച്ചയുടെ കയ്യേറ്റ വിരുദ്ധ മാർച്ചിൽ സംഘർഷം. പൊമ്പിള ഒരുമയ്ക്ക് പിന്തുണയുമായി ബിജെപി നേതാക്കൾ. ടി പി സെൻകുമാറിന് പോലീസ് മേധാവിയായി ഉടൻ പുനർനിയമനം നൽകണമെന്ന നിയമ സെക്രട്ടറിയുടെ റിപ്പോർട്ട്. സുപ്രീംകോടതി ഉത്തരവ് നടപ്പാക്കുന്നത് നീട്ടുന്നത് ഭൂഷണമല്ല. പുനഃപരിശോധനാ ഹർജി നൽകിയാലും നിലനിൽക്കില്ലെന്ന് നിയമോപദേശം. വിദ്യാഭ്യാസ വായ്പയെടുത്ത് കടക്കണിയിലായവർക്കായി സംസ്ഥാന സർക്കാരിന്റെ ബൃഹത് പദ്ധതി. താഴ്ന്ന വരുമാനക്കാരുടെ തിരിച്ചടവിന് സർക്കാർ സഹായം. മലയാള പഠനം നിർബന്ധമാക്കുന്ന ബിൽ നിയമസഭയിൽ. ഒന്നാം നിയമസഭാ സമ്മേളനത്തിന്റെ ഓർമ്മകൾ പുതുക്കി സാമാജികർ. മെഡിക്കൽ PG പ്രവേശനത്തിന് സർക്കാർ കൌൺസിലിംഗ് മതിയെന്ന് സുപ്രീംകോടതി. പ്രവേശന സമിതിയിൽ മാനേജ്മെന്റ് പ്രതിനിധിയെ ഉൾപ്പെടുത്താം. സൗമ്യ വധക്കേസിലെ തിരുത്തൽ ഹർജി 6 അംഗ സുപ്രീംകോടതി ബെഞ്ച് പരിഗണിച്ചു. വിധി പിന്നീട്. കശ്മീരിൽ സൈനിക ക്യാമ്പിന് നേരെ വീണ്ടും ഭീകരാക്രമണം. കുപ്വാരയിൽ ചാവേർ ആക്രമണത്തിൽ 3 സൈനികർ കൊല്ലപ്പെട്ടു. പ്രത്യാക്രമണത്തിൽ 2 ഭീകരരെ വധിച്ചു. കശ്മീരി വിഘടനവാദി നേതാവ് ആസിയ അന്ദ്രാബി അറസ്റ്റിൽ. സിപിഐഎം സംസ്ഥാന സമിതി യോഗത്തിൽ സിപിഐക്കെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിൽ സിപിഐക്കും കാനം രാജേന്ദ്രനും ഇരട്ടത്താപ്പാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ യോഗത്തിൽ പറഞ്ഞു. മുന്നണി യോഗത്തിൽ ടാറ്റയുടെ ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നിർദ്ദേശം വന്നപ്പോൾ എതിർത്തത് കാനം മാത്രമാണ്. എന്നാൽ ഇതൊഴിച്ച് മറ്റെല്ലാ മാധ്യമങ്ങളിൽ വാർത്തയായി വന്നെന്ന് കോടിയേരി വിമർശിച്ചു. ഇടുക്കി ജില്ലാ കമ്മിറ്റിയും രൂക്ഷ വിമർശനമാണ് സിപിഐക്കും റവന്യൂ വകുപ്പിനുമെതിരെ ഉയർത്തിയത്. മൂന്നാർ വിഷയം സംബന്ധിച്ച് റിപ്പോർട്ട് ചർച്ച ചെയ്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ CPI സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയത്. CPIഎമ്മിനെ തകർക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. CPIയിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെയാണ് ഇതിനു പിന്നിൽ. വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണമെന്ന് തന്നെയാണ് CPIഎമ്മിന്റെയും LDFന്റെയും നയമെന്ന കോടിയേരി യോഗത്തിൽ വ്യക്തമാക്കി. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ഇരട്ടത്താപ്പാണ് CPIക്ക്. ടാറ്റയുടെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന കഴിഞ്ഞ LDF യോഗത്തിലെ നിർദ്ദേശം എതിർത്തത് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മാത്രമാണ്. അതിന് ചില തടസ്സങ്ങളുണ്ടെന്നായിരുന്നു കാനത്തിൻ്റെയും CPIയുടെയും നിലപാട്. എന്നാൽ ഇതുമാത്രം മാധ്യമങ്ങളിൽ വാർത്തയായി വന്നില്ല. കോടിയേരി തുറന്നടിച്ചു. പക്ഷേ CPIയിലെ ഒരു വിഭാഗം മാത്രമാണ് CPI നിലപാട് സ്വീകരിക്കുന്നുള്ളൂ എന്നും ഭൂരിപക്ഷ നേതാക്കൾക്കും ഇതിൽ എതിർപ്പുണ്ടെന്നും അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു. പരസ്യമായി എതിർക്കരുതെന്ന നിർദ്ദേശം നിലനിൽക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ തുറന്നു പറയാതെ പോകാനാകില്ലെന്നായിരുന്നു CPIഎം ഇടുക്കി ജില്ലാ ഘടകത്തിന്റെ നിലപാട്. റവന്യൂ വകുപ്പ് സർക്കാർ നയത്തിന് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ കുറ്റപ്പെടുത്തി. തന്നിഷ്ടപ്രകാരമാണ് റവന്യൂ വകുപ്പിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം. ഇടുക്കിയിൽ പട്ടയം നൽകുന്നതിൽ റവന്യൂ വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നും CPIയുടെ വകുപ്പിനെ കയറൂരി വിടാൻ അനുവദിക്കരുതെന്നും CPIഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തേക്കാൾ വലിയ പ്രതിപക്ഷം ചമയുകയാണ് CPI എന്നായിരുന്നു യോഗത്തിലെ മറ്റൊരു വിമർശനം. മുന്നണി മര്യാദയ്ക്ക് നിരക്കാത്ത പ്രസ്താവനകൾ CPIയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുതെന്ന് അവരോട് ആവശ്യപ്പെടണമെന്നും അംഗങ്ങളിൽ ചിലർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായി രാഷ്ട്രീയ വിശദീകരണ പ്രചാരണം സംഘടിപ്പിക്കാനും CPIഎം സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീജിത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ ഭ സുരേന്ദ്രബാബു, ശ്രീ ജേക്കബ് ജോർജ്, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ NM പിയേഴ്സൺ, ശ്രീ ഹരീഷ് വാസുദേവൻ തുടങ്ങിയവർ. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നലെ CPIയുടെ എക്സിക്യൂട്ടീവിന് ശേഷം ഇറക്കിയ പൊതുപ്രസ്താവന മൂന്നാറിലെ വൻകിട കയ്യേറ്റം ഒഴിപ്പിക്കലിന് അവധി ഉണ്ടാകരുത് എന്നായിരുന്നു. ഇന്ന് CPIഎമ്മിന്റെ സംസ്ഥാന സമിതി ചേരുമ്പോൾ അതിൽ സംസ്ഥാന സെക്രട്ടറി ടാറ്റയുടെ ഭൂമി ഒഴിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് LDFൽ CPI സെക്രട്ടറി പറഞ്ഞതായി ആണ് CPIഎം ലേഖകർ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്തു നിന്നും. അങ്ങനെ ഈ വൻകിട കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇടതുമുന്നണിയിൽ ഇത്ര ആശയക്കുഴപ്പവും അവ്യക്തതയും? ഇതൊരു ചക്കളത്തിപ്പോരാണോ? അങ്ങനെ വേണം വിചാരിക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇടുക്കിയിൽ വൻതോതിൽ കയ്യേറ്റം കൂടുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിനെക്കുറിച്ച് യാതൊരു തർക്കത്തിനും അവകാശമില്ല. വലിയ തോതിൽ ഭൂമി കയ്യേറിയിട്ടുണ്ട്. അത് ടാറ്റ കയ്യേറിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഹാരിസൺ മലയാളത്തിന്റെ കൈവശം ഒരുപാട് ഭൂമി ഉണ്ടെന്നുള്ളത് സത്യമാണ്. മറ്റ് ചെറുകിട സംരംഭകരും നല്ലപോലെ ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ നമുക്ക് അംഗീകരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇവിടെ കയ്യേറ്റം ഒഴിപ്പിക്കണം എന്ന കാര്യത്തിൽ CPIക്ക് CPIഎമ്മിനും അഭിപ്രായമുണ്ട്. പക്ഷെ അതെങ്ങനെ ഒഴിപ്പിക്കണം എന്ന കാര്യത്തിലേ തർക്കമുള്ളൂ. ടാറ്റ കയ്യേറിയ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ടാറ്റയ്ക്ക് പട്ടയമുള്ള ഭൂമിയുണ്ട്, ടാറ്റയുടെ കൈവശത്തിലിരിക്കുന്ന ഭൂമിയുണ്ട്. അത് നൂറ്റാണ്ടുകളായിട്ട് ടാറ്റ അല്ലെങ്കിൽ അവരുടെ മുൻഗാമികളുടെ
കൈവശം വരുന്ന ഭൂമിയുണ്ട്. അത് അളന്ന് തിട്ടപ്പെടുത്തിയാൽ മാത്രമേ എത്ര കയ്യേറിയെന്ന് പറയാൻ കഴിയുള്ളൂ. ഏതാണ്ട് 75,000 ഏക്കർ കയ്യേറിയെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ നേരത്തെ പറഞ്ഞത്. 50,000 തൊട്ട് 75,000 വരെ ഏക്കർ ഭൂമി ടാറ്റ അനധികൃതമായി കയ്യേറി കൈവശം വെച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ ടാറ്റയുടെ കയ്യേറ്റം ആദ്യം ഒഴിപ്പിക്കണം എന്ന് പറയുന്നതിന്റെ പുറകിൽ വേറെ ദുഷ്ടലാക്കിട്ട്. കാരണം എന്താ വെച്ചാൽ ഈ സ്വകാര്യ സംരംഭകരെ എല്ലാവരും അതിനുശേഷമേ ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇത് ഒരിക്കലും ഒഴിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ കയ്യേറ്റക്കാരെ സഹായിക്കുന്ന നിലപാടാണ് ചില ആളുകൾ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ടാറ്റയുടെ ആദ്യം ഒഴിപ്പിക്കട്ടെ. കാരണം ടാറ്റയുടെ ഒഴിപ്പിക്കൽ എളുപ്പമല്ലെന്ന് എല്ലാവർക്കും അറിയാം. എളുപ്പമല്ലെന്ന് ഞാനീ പറയുന്നത് കാനരാജേന്ദ്രൻ പറഞ്ഞ പോലെയല്ല. കാരണം ടാറ്റയുടെ കൈവശത്തിലിരിക്കുന്ന ഭൂമി, ടാറ്റയ്ക്ക് കിട്ടിയ ഭൂമി തന്നെ ഉണ്ട്, ടാറ്റയുടെ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുണ്ട്, അത് കൂടാതെ കയ്യേറിയ ഭൂമിയുമുണ്ട്. അപ്പൊ അത് അളന്ന് തിരിച്ച് തിട്ടപ്പെടുത്തി ടാറ്റയ്ക്ക് 24 എസ്റ്റേറ്റുകളുണ്ട് മൂന്നാറിൽ. ചെറിയ കാര്യമല്ല, 24 എസ്റ്റേറ്റുകൾ. അത് മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തി വരുമ്പോഴത്തേക്കും ഈ സർക്കാരിന്റെ കാലാവധിയല്ല, ഈ വരുന്നതിന്റെ പിന്നത്തെ സർക്കാരിന്റെ കാലാവധി കൂടി കഴിയും. അതാണ് സംവിധാനം. അതുകൊണ്ടാണ് ഇവര് ഈ കുരിശ് കൃഷിക്കാരും അതുപോലുള്ള ആളുകളൊക്കെ ടാറ്റയുടെ ആദ്യം ഒഴിപ്പിക്കട്ടെ, എന്നിട്ട് മറ്റത് ഒഴിപ്പിക്കാം. ശ്രീ VS അച്യുതാനന്ദനെയും മണി വെല്ലുവിളിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ? മണി പരസ്യമായിട്ടാണ് വെല്ലുവിളിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി കമ്മിറ്റിയുടെ അകത്താണ് പറഞ്ഞത്. മണി പറഞ്ഞില്ലേ? VSന് ഓർമ്മയുണ്ടോ ടാറ്റയുടെ കയ്യേറ്റം ഒഴിപ്പിക്കണം? ഇദ്ദേഹം എന്താ പറയാത്തത്? ഇപ്പൊ മണി പറയുന്നതിന്റെയും ലംബോദരം പറയുന്നതിന്റെയും ആൽബിൻ പറയുന്നതിന്റെ ഒക്കെ രഹസ്യം ഇത്രേ ഉള്ളൂ. ആദ്യം ടാറ്റയുടെ കയ്യേറ്റം ഒഴിപ്പിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യേറ്റം ഒഴിപ്പിക്കും. ശരി, അതാണ് അക്കാര്യത്തിൽ താങ്കൾ പറഞ്ഞു വെക്കുന്നത്. തുടരണം അഡ്വക്കേറ്റ് ജയശങ്കർ. ശ്രീ ഹരീഷ് വാസുദേവൻ, മൂന്നാറിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അടിയന്തര വിഷയം ടാറ്റയുടെ ഭൂമിയാണോ? ടാറ്റയുടെ ഭൂമിയെക്കുറിച്ച് എത്രയോ കാലമായി ചർച്ച നടക്കുന്നുണ്ട്. അത് ഭൂമി സർവേ നടത്തി തിരിച്ചു പിടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നടത്തേണ്ടത് തന്നെയാണ്. പക്ഷേ അനിവാര്യമായി ഇപ്പോൾ മൂന്നാറിൽ വേണ്ടത് ടാറ്റയെ ഒഴിപ്പിക്കലാണോ? അഭിലാഷ്, ഈ ചർച്ച മുഴുവൻ ആധാരമാക്കിയിരിക്കുന്നത് ശ്രീ കാനം രാജേന്ദ്രൻ LDF യോഗത്തിൽ പറഞ്ഞു എന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ CPM യോഗത്തിൽ പറഞ്ഞു എന്ന ലേഖകരുടെ റിപ്പോർട്ടിങ്ങിനെയാണ്. ഞാൻ ലേഖകരെ അവിശ്വസിക്കുകയല്ല. പക്ഷേ സെലക്റ്റീവ് ലീക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നാളെ നമ്മൾ ഈ ചർച്ച മുഴുവൻ നടത്തിയതിനു ശേഷം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറയാൻ സാധ്യതയുള്ളത് അങ്ങനെ ഒരു വാദം ഉന്നയിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഈ ചർച്ച മുഴുവൻ പോകുന്നത് മൂന്നാറിലെ യഥാർത്ഥ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയെ, പ്രത്യേകിച്ച് ശ്രീ 300 ഏക്കർ കയ്യേറിയ ശ്രീ റജി സഖറിയാസിന്റെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് മുമ്പാകെ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ മീറ്റിംഗിൽ ജില്ലാ കളക്ടറും സബ് കളക്ടറും കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്ന 2000 ഏക്കർ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് സബ് കളക്ടർ നീങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ്. ടാറ്റയുടെ വിഷയത്തിലേക്ക് വന്നാൽ എനിക്ക് ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതിനോട് വസ്തുതാപരമായി 100% വിയോജിക്കേണ്ടി വരും. കാരണം 50,000 ഏക്കർ ടാറ്റ കയ്യേറി എന്ന് വാദിച്ചവർ പോലും വിഴുങ്ങേണ്ട സാഹചര്യത്തിലേക്ക് അതിന്റെ വസ്തുതകൾ പരിശോധിച്ച മുഴുവൻ ആളുകൾക്കും മനസ്സിലാവും. 1,37,000 ഏക്കർ സ്ഥലമുള്ള മൂന്നാറിൽ 58,000 ഏക്കർ ടാറ്റയ്ക്ക് ലീസിന് കൊടുത്തിരിക്കുന്നു. 20,000 ഏക്കർ ഇരവികുളം നാഷണൽ പാർക്ക്, 10,000 ഏക്കറിലധികം മാങ്കുളം. ഇതെല്ലാം കൂട്ടി നോക്കിയാൽ 5ാം ക്ലാസ്സിൽ കണക്ക് പഠിച്ച മുഴുവൻ ആളുകൾക്കും അറിയാം അവശേഷിക്കുന്ന 3,000 ഏക്കർ ഇടുക്കിയിലുള്ള KDH-ലുള്ളത്. 17,400 ഏക്കറാണ് കഴിഞ്ഞ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ടാറ്റയിൽ നിന്ന് ഏറ്റെടുത്ത് വനമായി സംരക്ഷിച്ചത്. അതായിരുന്നു ടാറ്റയുടെ കയ്യേറ്റം. അവശേഷിക്കുന്ന കയ്യേറ്റം എത്രയാണെന്ന് ചീഫ് സെക്രട്ടറി, കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി നേരത്തെ അഫിഡവിറ്റ് നൽകിയിട്ടുണ്ട്. അത് 188 ഏക്കറാണ്. ഈ 188 ഏക്കർ സ്ഥലം ടാറ്റ കയ്യേറിയെന്ന് സംസ്ഥാന സർക്കാരും സമ്മതിച്ചിട്ടുണ്ട്. അത് അളന്ന് തിട്ടപ്പെടുത്താൻ വലിയ റീസർവേ സംവിധാനങ്ങൾ വേണം എന്ന് റീസർവേ ഡയറക്ടറായിരുന്ന ബിജു പ്രഭാകർ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ടാറ്റയുടെ 188 ഏക്കർ കയ്യേറ്റം ഒഴിപ്പിക്കേണ്ട എന്ന് കേരളത്തിൽ ഒരാൾക്കും അഭിപ്രായമില്ല. പക്ഷേ CPM ഇപ്പോൾ ഉന്നയിക്കുന്നത് എല്ലാ ചർച്ചയും കൊണ്ടുവരുന്നത് മണിനാഥം ഉൾപ്പെടെ ഈ വിഷയം മുഴുവൻ വഴിതെറ്റിക്കുന്നത് യഥാർത്ഥ കയ്യേറ്റം ഒഴിപ്പിക്കലിലേക്ക് ഈ വിഷയം പോകരുത് എന്നുള്ളത് കൊണ്ടാണ്. റൈറ്റ്, അതാണ് താങ്കളുടെ നിലപാട്. തുടരണം. ശ്രീ ജേക്കബ് ജോർജ്, കോടിയേരി ബാലകൃഷ്ണൻ എന്ത് CPIM സംസ്ഥാന സമിതിയിൽ പറഞ്ഞു എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. ആ സമിതി അംഗങ്ങളല്ലാതെ മറ്റാരും കേട്ടിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ CPIM-ന്റെ പൊതു നിലപാട് അവരുടെ നേതാക്കളോട് സംസാരിക്കുമ്പോഴും അവരുടെ നേതാക്കളുടെ ഈ പൊതുപ്രസംഗങ്ങളിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത് ഈ വൻകിട കയ്യേറ്റം ഒഴിപ്പിക്കലിൽ ആദ്യം ടാറ്റയെ ഒഴിപ്പിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ മൂന്നാറിൽ റവന്യൂ വകുപ്പിൻ്റെ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അത് ഈ കഴിഞ്ഞ 5-6 വർഷത്തിൽ നിന്ന് വിഭിന്നമായി കുറെ കൂടി കയ്യേറ്റക്കാരെ നോവിക്കുന്ന അല്ലെങ്കിൽ അവരെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടികൾ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതാര് നിഷേധിച്ചാലും അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇതിനെ വിശാലമായ വൻകിട കയ്യേറ്റം അത് ടാറ്റയുടെ അല്ലേ കൂടുതൽ, അല്ലെങ്കിൽ ടാറ്റയല്ലേ ഏറ്റവും വലിയ കയ്യേറ്റക്കാരൻ തുടങ്ങിയ ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയം ഉണ്ടാകില്ലേ?
അത് എനിക്കൊന്ന് എല്ലാത്തിനകത്തും രാഷ്ട്രീയമുണ്ട്. കാരണം ടാറ്റയെ അങ്ങനെ ഒഴിപ്പിക്കാനൊന്നും പറ്റിയല്ല, പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു മിതമായ. കാരണം അവർ കയ്യേറി ഇട്ടില്ല എന്ന് പറയുന്നില്ല, അതിനകത്ത് കയ്യേറ്റ സ്ഥലമുണ്ട്, അവർക്ക് സ്വന്തമായ സ്ഥലമുണ്ട്. ഒരു പ്രശ്നം, തൊഴിലാളികൾ, ആയിരക്കണക്കിന് തൊഴിലാളികൾ അവരുടെ കൂടെയുണ്ട്. അവരുടെ പ്രശ്നം എന്താവും തീർച്ചയായിട്ടും സർക്കാരിനൊന്നും നേരിട്ട് നടപ്പിലാക്കാൻ പറ്റില്ല. ഒരു സർക്കാരിനെ കൊണ്ടും അത് ആ തോട്ടമായിട്ട് നിർത്താൻ കഴിയില്ല. ടാറ്റയ്ക്ക് ടാറ്റയുടേതായ സംവിധാനങ്ങളുണ്ട് അവിടെ. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഒരു മുന്നണിക്കകത്ത് രണ്ട് കക്ഷികൾ, രണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒന്നിച്ച് ഭരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ ഭാവി എന്നുള്ളൊരു വിശാലമായ ചോദ്യം. ഞാൻ അതാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ചെറിയ കയ്യേറ്റക്കാരെന്നോ വലിയ കയ്യേറ്റക്കാരോ എന്നോ ഉള്ളതല്ല വിഷയം. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള, രണ്ട് പാർട്ടികളുടെ നേതാക്കന്മാർ തമ്മിലുള്ള ഒരു സൗന്ദര്യ പിണക്കം, അല്ലെങ്കിൽ ഒരു ആശയ സംഘടനം, ഇതൊന്നും അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു പോര്, ഇത് തന്നെയാണ് ഇതിന് കാരണം. ഇത് ഒരു പക്ഷേ CPI നേതാക്കന്മാർക്കും CPI നേതാക്കന്മാർക്കും ഇടതുമുന്നണി യോഗത്തിലോ അല്ലെങ്കിൽ ഇവർ രണ്ട് കക്ഷികൾക്ക് ഒന്നിച്ചിരുന്നോ ഒക്കെ സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. സാധാരണ ഞാൻ മുമ്പൊരിക്കലേ ഇവിടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അഭിലാഷ്, ഒരു മുന്നണി, കേരളത്തിലൊരു മുന്നണി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് അവർക്ക് ഭരിക്കാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല, നല്ല കാര്യങ്ങൾ ചെയ്യാഞ്ഞിട്ടല്ല, ആ മുന്നണിക്കകത്തെ രാഷ്ട്രീയ കുഴപ്പങ്ങൾ കൊണ്ടും ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരാകുന്നത് കൊണ്ടും മാത്രമാണ്. തീർച്ചയായിട്ടും ഇടതുമുന്നണിയിലെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ നടത്തുന്ന ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഈ മുന്നണിയുടെ തന്നെ ഭാവി എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം എല്ലാവരും. അത് ഒരു പ്രസക്തമായ രാഷ്ട്രീയ നിരീക്ഷണമല്ലേ അഡ്വക്കേറ്റ് ജയശങ്കർ? നോക്കൂ, സർക്കാരിൻ്റെ 1ാം വാർഷികം വെളിപ്പാടകലെയാണ്. 5 വർഷം മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 1ാം വാർഷികം ഉണ്ടായ വേളയിൽ മാധ്യമങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകളായിരുന്നു സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അത്തരത്തിലുള്ള പോസിറ്റീവായ ചർച്ചകളല്ല സംഘടിപ്പിക്കുന്നത്. അത് മാധ്യമങ്ങൾക്ക് വിശേഷിച്ച് എന്തോ താല്പര്യം അതിൽ ഉള്ളതുകൊണ്ടല്ല, പോസിറ്റീവായ കാര്യങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇന്ന് സർക്കാർ വളരെ സ്വാഗതാർഹമായ വായ്പ എഴുതിത്തള്ളലുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുത്തു. കഴിഞ്ഞ ദിവസമാണ് നഴ്സറി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തത്. ഇതൊക്കെ പോസിറ്റീവായി ചർച്ച ചെയ്യാവുന്നതാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം. അത് ചർച്ച ചെയ്യുന്നത് തടയുന്ന വിധത്തിൽ വലിയ തോതിൽ വിവാദങ്ങൾ ഉയർന്നു വരികയാണ്. CPIM CPIക്കെതിരെ ഒരു കുറ്റപത്രം തയ്യാറാക്കുന്നു, CPI CPIMനെതിരെ ഒരു കുറ്റപത്രം തയ്യാറാക്കുന്നു. അത് പബ്ലിക് ഡൊമൈനിലേക്ക് പൂർണ്ണമായി വന്നിട്ടില്ലെങ്കിലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് എല്ലാവർക്കും അറിയാം. ഈ നല്ല അന്തരീക്ഷം വേണ്ട എന്ന് ഈ രണ്ട് പാർട്ടികളും തീരുമാനിച്ചതാണോ? ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. ഈ സർക്കാർ ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയ്ക്ക് വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മന്ത്രിമാരെല്ലാവരും തന്നെ, എല്ലാവരും അല്ലെങ്കിൽ ഒട്ടുമിക്കവരും തന്നെ നല്ലപോലെ കഠിനാധ്വാനം ചെയ്യുന്നവരും ജനോപകാരപ്രദമായ പരിപാടികൾ നടത്തി നല്ല പേരെടുക്കണമെന്ന് താല്പര്യമുള്ളവരുമാണ്. പ്രത്യേകിച്ച് ശ്രീ തോമസ് ഐസക്കിനെ പോലെ, മാത്യു ടി തോമസിനെ പോലെ, സുധാകരനെ പോലെ ഒരുപാട് പേരുണ്ട്. ശൈലജ ടീച്ചർ അടക്കമുള്ള ആളുകളൊക്കെ നല്ലപോലെ കഠിനമായ ജോലി ചെയ്യുന്നവരാണ്, പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊന്നും ഇവിടെ ചർച്ചാ വിഷയമാകുന്നില്ലെന്നുള്ളൊരു സത്യമാണ്. ഇവിടെ മണിയുടെ അസംബന്ധ പ്രസ്താവനകൾ, അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ മുന്നണിയിലെ ഇരു പാർട്ടികൾ തമ്മിലുള്ള മൂപ്പിളമ തർക്കവും ചേരിപ്പോരും അല്ലെങ്കിൽ വിഴുപ്പലക്കലും ഒക്കെ സമയാസമയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഒരു ഇഷ്യൂ അല്ലാത്ത കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. നോൺ ഇഷ്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിരപ്പള്ളി ജലവൈദ്യുതി പദ്ധതി നോക്കുക, മൂന്നാറൊക്കെ അവിടെ നിൽക്കട്ടെ. അതിരപ്പള്ളി ജലവൈദ്യുതി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ഒരു കാരണവശാലും നടപ്പാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവിടെ അണ കെട്ടിക്കഴിഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാകില്ല, വെള്ളം ഉണ്ടായാലല്ലേ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ പറ്റും. അണ കെട്ടുന്നതിന് വേണ്ടി കടമെടുക്കുന്ന സംഖ്യയുടെ പലിശ അടച്ചു തീർക്കാൻ പോലും അവിടെ ഉത്പാദിപ്പിക്കും എന്ന് പറയപ്പെടുന്ന വൈദ്യുതി കൊണ്ട്, വൈദ്യുതിയുടെ വില കൊണ്ട് സാധിക്കില്ല. അത് കാലാകാലങ്ങളിൽ മന്ത്രിമാരായിരുന്ന എല്ലാ ആളുകൾക്കും ബോധ്യമായിട്ടുള്ളതാണ്. AK ബാലനോട് ചോദിച്ചാൽ പുള്ളി പറയും ഇത് നടപ്പാക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ EP ജയരാജനോടും നമ്മൾ ഇതായിട്ട് ചോദിച്ചാൽ, കൃത്യമായിട്ട് ചോദിച്ചാൽ പുള്ളി പറയും ആർക്ക് നടപ്പാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, നടപ്പാക്കിയിട്ട് ഒരു വിശേഷമില്ലാത്ത കാര്യമാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ വലിയ ചർച്ചകൾ നടക്കുന്നത്, അതിനെക്കുറിച്ചാണ് വലിയ തർക്കങ്ങൾ നടക്കുന്നത്. അപ്പൊ നോൺ ഇഷ്യൂ ആണ്, ഇഷ്യൂവേ അല്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ രണ്ട് പാർട്ടികളും സൈദ്ധാന്തിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും രീതിയിലും ഒക്കെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും മറ്റു തരത്തിലും തർക്കങ്ങൾ ഉണ്ടാക്കിയാണ്. ഇതൊക്കെ ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങളുള്ളൂ, മൂന്നാറിലെ കാര്യം അടക്കം. അത് ചെയ്യുന്നതിന് പകരം ഈ രീതിയിലുള്ള പ്രസ്താവനകളിലേക്ക് പോകുന്നു. ഒരു കൂട്ടർ മറ്റവരെ ഒളിയമ്പ് ചെയ്യുന്നു, ഇവർ മറ്റു രീതിയിൽ ചെയ്യുന്നു. ഫേസ്ബുക്കിൽ പുലിമുരുകനിലെ മോഹൻലാലിന്റെ അഭിനയത്തെ കുറിച്ച് ഇവിടെ രണ്ട് നേതാക്കന്മാരെ ഇവർ തർക്കം നിൽക്കുന്നു. ആലോചിച്ച് നോക്കി, എവിടെയെങ്കിലും കേട്ടോ. മോഹൻലാലിന്റെ അഭിനയം ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്, ഇല്ലേ? പുലിമുരുകൻ മഹത്തായ സിനിമയുടെ അഭിപ്രായമുള്ളവരുണ്ട്, പുലിമുരുകൻ പൊളിപ്പടമെന്ന അഭിപ്രായം. ഇതൊക്കെ മനുഷ്യരല്ലേ? അത് CPIക്കകത്ത് തന്നെ പല അഭിപ്രായങ്ങളുണ്ടാവും. ഇപ്പൊ എനിക്കുള്ള അഭിപ്രായം ആയിരിക്കില്ല പന്ന്യൻ രവീന്ദ്രനുള്ള അഭിപ്രായം, പന്ന്യന്റെ അഭിപ്രായം ആയിരിക്കില്ല ഇസ്മായിലിന്റെ അഭിപ്രായം, അതായിരിക്കില്ല കാരത്തിന്റെ അഭിപ്രായം. അത്
മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. CPM-നകത്തും അതുപോലെ തന്നെ എനിക്ക് ഉറപ്പാണ്. അതൊക്കെ ഫേസ്ബുക്കിൽ കൂടി രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരു തർക്കമാക്കി വളർത്തിയെടുക്കാതെ ചെറിയ കാര്യമാണ്. അതൊക്കെ നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ പൂട്ട് തൊടേണ്ടത് ഈ കാര്യത്തിലൊക്കെയാണ്. ഒരു കാര്യമുള്ള കാര്യമല്ല. ഇപ്പൊ കോൺഗ്രസ്സുകാരും ലീഗുകാരും തമ്മിൽ തർക്കമുണ്ടായത് എന്തെങ്കിലും പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച്, അല്ല അഴിമതി എങ്ങനെ ശാസ്ത്രീയമായിട്ട് നടത്താന്നുള്ള കാര്യത്തെ കുറിച്ചായിരിക്കും. അതിന് ന്യായമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് നമുക്ക് അവർ കുറ്റം, അല്ലെങ്കിൽ 5-ാം മന്ത്രിയെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ സമുദായ പീഡനത്തെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തെ കുറിച്ചിട്ടായിരിക്കും, ബാർക്കോഴയെ കുറിച്ചിട്ടായിരിക്കും. ഇവിടെ അങ്ങനെയല്ലോ, ഒരു കാര്യമുള്ള കാര്യത്തെ കുറിച്ചല്ല ഈ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ നടക്കുന്നത്. ഇല്ലേ, മൂന്നാറിൽ നിന്ന് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും ഒരു വ്യത്യാസമില്ല. പിന്നെ ടാറ്റയെ ആദ്യം ഒഴിപ്പിക്കണോ അതോ ബിർളയെ ആദ്യം ഒഴിപ്പിക്കണോ എന്നുള്ള, അതോ കുരിശ് കൃഷിക്കാരെ ആദ്യം ഒഴിപ്പിക്കണോ എന്നുള്ളതാണ് ഇവിടുത്തെ തർക്കം. വല്ല കാര്യമുള്ള കാര്യമാണോ? ശരി, കാര്യമില്ലാത്ത കാര്യമാണ് എന്ന് താങ്കൾ പറയുന്നു. ശ്രീ ഹരീഷ് വാസുദേവൻ, നമ്മൾ 2007 ഒഴിപ്പിക്കലുമായി ഇതിനെ താരതമ്യം ചെയ്താൽ അന്ന് CPIക്ക് ഇപ്പോഴത്തെ നിലപാടായിരുന്നില്ല. അന്ന് ചില വിവാദ പ്രസ്താവനകൾ നടത്തിയത് CPI നേതാക്കളുമാണ്. അന്ന് ഇടുക്കിയിൽ 2 പാർട്ടി നേതൃത്വങ്ങളും ഒരുപോലെയായിരുന്നുവെങ്കിൽ ഇന്ന് CPIയുടെ സംസ്ഥാന നേതൃത്വത്തിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത്. അവരുടെ വകുപ്പാണ് റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരാണ് നല്ല നിലയിൽ അവിടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നതും. ഇതിൽ ഏത് തരത്തിൽ നമ്മൾ രാഷ്ട്രീയം കാണണം? ഞങ്ങൾ വ്യത്യസ്തരാണ് എന്ന് വരുത്താൻ CPI ശ്രമിക്കുന്നതാണോ, അതോ സ്വതന്ത്രമായി റവന്യൂ വകുപ്പ് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതാണോ? ഇതിൽ CPI ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മൾ ഇതിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ ഇതിനെ 2-ാം മൂന്നാർ ഓപ്പറേഷൻ എന്നോ മൂന്നാർ ഓപ്പറേഷൻ എന്നോ മൂന്നാം മൂന്നാർ ഓപ്പറേഷൻ എന്നോ വിളിച്ചാൽ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം സംസ്ഥാന സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായാണ് മൂന്നാറിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് എന്നാണ്. വാസ്തവത്തിൽ അത് വസ്തുതാപരമായി ശരിയല്ല. കാരണം ഈ സർക്കാർ വന്ന ശേഷം മൂന്നാറിൽ പട്ടയം കൊടുക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്യാബിനറ്റ് ഡിസിഷൻ ഇല്ല എന്നത് കാണാം. അതേസമയം മൂന്നാറിൽ 3 പൂച്ചകൾ പോയത് ക്യാബിനറ്റ് തീരുമാനപ്രകാരമായിരുന്നു. ഈ സർക്കാർ വന്ന ശേഷം ക്യാബിനറ്റ് തീരുമാനമില്ല എന്ന് മാത്രമല്ല, ക്യാബിനറ്റ് സബ് കമ്മിറ്റിയുടെ തീരുമാനമില്ല, മന്ത്രി തലത്തിലുള്ള ഒരു തീരുമാനമില്ല. സർക്കാരിൻ്റെതായി മൂന്നാറിലെ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഒരു കടലാസ് കഷ്ണം പോലും ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇതാണ് സർക്കാരിന്റെ നയം എന്ന് നാളിതുവരെ കിട്ടിയിട്ടില്ല. അവിടെ ഒരു സബ് കളക്ടർ ചാർജ് എടുക്കുകയും അദ്ദേഹം കുറെ നടപടികൾ തുടങ്ങി വെക്കുകയും അത് കോടതിയിലെത്തുകയും കോടതി സർക്കാരിന് അനുകൂലമായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ റവന്യൂ മന്ത്രി അദ്ദേഹത്തെ പിന്തുണയ്ക്കുമ്പോഴാണ് ഇതൊരു മൂന്നാർ ഓപ്പറേഷനായി വികസിക്കുന്നത്. അത് വിവാദമായത് പാപ്പാത്തിച്ചോലയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചപ്പോഴാണ്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചു. മൊത്തം മൂന്നാർ ഓപ്പറേഷൻ സർക്കാരിന്റെയാണെന്ന് പറയുകയും എന്നാൽ ഉദ്യോഗസ്ഥർ ഇനി കയ്യേറ്റം ഒഴിപ്പിക്കൽ ഞങ്ങളോട് ചോദിക്കാതെ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു. ഇക്കാര്യത്തിൽ CPI എടുക്കുന്ന ഒരു ആത്മാർത്ഥത ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ CPI ഇക്കാര്യത്തിൽ രാഷ്ട്രീയപരമായും ഒപ്പം സത്യസന്ധമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒന്ന്, മൂന്നാർ ഓപ്പറേഷന് ഇപ്പോൾ ചുക്കാൻ പിടിച്ചാൽ നഷ്ടമുണ്ടാകുന്നതിന്റെ 10 ഇരട്ടി ലാഭം CPI എന്ന പാർട്ടിക്ക് സംസ്ഥാന തലത്തിലുണ്ടാവും. അവരുടെ ഇമേജിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. അവരുടെ പൊതു നിലപാടുകൾക്ക് സ്വീകാര്യതയുണ്ടാവും. ഇതെല്ലാം സംഭവിക്കും. അവർക്ക് നഷ്ടപ്പെടാൻ കാര്യമായൊന്നും മൂന്നാറിലില്ല. രണ്ടാമത്തെ കാര്യം, ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ അവരുടെ സത്യസന്ധമായ നിലപാട് അവിടെ സ്വീകരിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും കയ്യേറ്റക്കാരനെ ഒഴിപ്പിക്കാൻ പാടില്ല എന്നോ, ഏതെങ്കിലും പ്രയോറിറ്റി ലിസ്റ്റ് കൊടുത്തിട്ട് ഇന്ന ആൾക്കാരെ തൊടാൻ പാടില്ല എന്നോ, ഈ ഓപ്പറേഷനിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നോ ഇന്നേവരെ CPI പറഞ്ഞതായി നമുക്കറിയില്ല. ശരി, അതാണ് പാർട്ടി ഓഫീസ് തന്നെ നാളെ ഒരു പക്ഷേ ഒഴിപ്പിക്കപ്പെടാം എന്ന് CPIക്കാർക്ക് മറ്റാരെക്കാളും നന്നായി അറിയാം. അങ്ങനെ ആ ഒഴിപ്പിക്കാൻ വന്നാൽ ഇനി സബ് കളക്ടറെ പഴയതുപോലെ തടയാൻ കഴിയില്ല എന്നും CPIക്ക് അറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതിന്റെ പ്രതിവിധി തേടിയതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ CPIയുടെ ഈ കാര്യങ്ങൾ ജില്ലാ നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പറഞ്ഞു മനസ്സിലാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, സർക്കാരിന്റെ 1-ാം വാർഷികം വരാറാകുമ്പോഴേക്ക് CPIയും CPIMും എങ്ങനെ അന്യോന്യം കുത്തുവാക്കുകൾ പറയാം എന്നുള്ള കാര്യത്തിൽ വലിയ ശ്രദ്ധ പുലർത്തുകയാണ്. അത് പൊതുമാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത് നമ്മൾ കണ്ടതാണ്. 2 പാർട്ടികളുടെയും സംസ്ഥാന നേതൃയോഗങ്ങൾ നടക്കുകയാണ്. ആ 2 പാർട്ടികളുടെയും സംസ്ഥാന നേതൃയോഗങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റാരോപണങ്ങളുടെ പെരുമഴ ഉണ്ടായി എന്നാണ് ആ യോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ പറയുന്നത്. അത് നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. കൃത്യമായി ഈ കമ്മിറ്റികളിലുള്ള സോഴ്സുകളെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കുമല്ലോ അവർ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ CPIMും CPIയും പരസ്പരം കുറ്റപത്രം തയ്യാറാക്കേണ്ട ഒരു കാലമാണോ ഇത്? ഇങ്ങനെയാണോ 1-ാം വാർഷികം ആഘോഷിക്കേണ്ടത്? അല്ല, 1-ാം വാർഷികം വരുന്നു,
എന്നതിരിക്കട്ടെ അതൊരു പൊതു പശ്ചാത്തലമായി തീരുന്നതേ ഉള്ളൂ അഭിലാഷ്. എങ്കിലും താങ്കൾ പറഞ്ഞത് മാതിരി ഇതുവരെയുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഭാവിയെ അനുമാനിക്കുന്നത് എങ്കിൽ, ഇതുവരെയുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഈ കഴിഞ്ഞ 2 മാസത്തെ 3 മാസത്തെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 2 പാർട്ടിയുടെയും കമ്മിറ്റികളിൽ ഈ നിലവാരത്തിലുള്ള വിമർശനങ്ങൾ വന്നു കാണും. അതേ നിലവാരത്തിലാണ് ഞാനും അതിനെ അഭിമുഖീകരിക്കുന്നത്. ഇവിടെ പ്രശ്നം എന്താ? അടിസ്ഥാനപരമായ നയങ്ങളിൽ വ്യതിയാനമില്ല. അടിസ്ഥാനപരമായ നയം CPIയുടെയോ CPIMൻ്റെയോ അല്ല, മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ്. ആ പ്രകടന പത്രിക കൃത്യമായും അനധികൃതമായ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കും, അധികൃതമാണെങ്കിൽ അത് പതിച്ചു നൽകും, അതുമാതിരി തന്നെ വളരെ ദരിദ്രരായ ജനവിഭാഗങ്ങൾക്ക് 3 സെന്റ് 5 സെന്റ് 7 സെന്റ് 10 സെന്റ് ഈ നിലയ്ക്കുള്ള അവകാശങ്ങൾ പട്ടയം തന്നെ നൽകും, വൻകിട കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കും. ഇതൊക്കെയാണല്ലോ ഡിക്ലെയർഡ് ആയിരിക്കുന്ന പോളിസി. ആ പോളിസി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടേതായിരിക്കുന്നത് കൊണ്ട് അത് നടപ്പാക്കുന്ന കാര്യത്തിൽ ഓപ്പറേറ്റീവ് പാർട്ടിലാണ് അഭിലാഷ് യഥാർത്ഥത്തിൽ ഭിന്നതകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു എന്താ പറയുക, സ്ട്രാറ്റജിക്കലായിട്ട് തന്ത്രപരമായ ഭിന്നതയില്ല, മറിച്ച് അടവുപരമായ വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തതകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ സമീപിക്കേണ്ടതുണ്ട്. അല്ല, അതിൽ ശ്രീ ഭാസുരേന്ദ്ര ബാബു ഉള്ള ഒരു സംശയം എന്തിന് ഈ അടവു നയം, എന്തുകൊണ്ട് സ്ട്രെയിറ്റ് ആയി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ടാറ്റയുടെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നില്ല എന്നുള്ളത് CPIM ഒരു പ്രധാനപ്പെട്ട കാര്യമായി എടുക്കുകയാണ് എങ്കിൽ, അതാണ് ടാർഗറ്റായി എടുക്കുക എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് സംസ്ഥാനം ഭരിച്ച ഭരണാധികാരികൾക്ക് തന്നെ ബോധ്യമുള്ളതാണ്. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ശ്രമിച്ചതാണല്ലോ. ആത്മാർത്ഥത ഇല്ലാത്തത് കൊണ്ടല്ല, അതിന്റെ നിയമപരമായ സങ്കീർണതകൾ കൊണ്ട് അത് ഇത്തിരി പാടാണ്. പക്ഷേ മൂന്നാർ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് ഏറ്റവും ഒടുവിലായി നിയമസഭാ സമിതിയുടെയും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും ഒക്കെ റിപ്പോർട്ടുണ്ട്. അത് ആസന്ന മരണത്തിലേക്ക് പോകുന്ന വിധത്തിൽ അവിടെ വീണ്ടും വീണ്ടും വലിയ തോതിലുള്ള കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു, കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നു, വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക്, ഒരു പാരിസ്ഥിതിക ദുരന്തത്തിന്റെ വക്കിലേക്ക് ആ പ്രദേശമാകെ നീങ്ങുകയാണ്. മൂന്നാർ മരിക്കുന്നു എന്ന് തന്നെ ഹെഡിങ് ഇട്ട് ഉദ്യോഗസ്ഥർക്ക് വിശേഷിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ടാറ്റ എന്നുള്ളതിനെ അവിടെ നിർത്തി ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് നടപടി സ്വീകരിക്കാൻ കഴിയുന്നവയ്ക്കൊക്കെ നടപടി സ്വീകരിച്ച് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത് പുതിയ നിർമ്മാണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തിയുള്ള ഒരു സമീപനം എടുക്കാം. അത് ലളിതമാണ്. അങ്ങനെ ഒന്ന് എടുക്കാൻ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് ഒരുങ്ങുമ്പോൾ എന്തിനാണ് വിദണ്ഡവാദങ്ങൾ ഉയർത്തി അതിനെ സങ്കീർണമാക്കുന്നത് CPIM എന്നുള്ള സംശയമാണ് എനിക്കുള്ളത്. അല്ല, അതിനകത്ത് താങ്കൾ സൂചിപ്പിക്കുന്നത് മാതിരി ലളിതമായിരുന്നുവെങ്കിൽ എത്ര എളുപ്പമായിരുന്നേനെ അഭിലാഷ്. സത്യത്തിൽ 1/1/77 ആ കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടല്ലോ, ഭൂനിയമവുമായി ബന്ധിപ്പിച്ച ആ നിയമത്തിന്റെ കാര്യത്തിൽ ഉള്ള പ്രശ്നങ്ങൾ പോലും അപ്ലൈ ചെയ്താൽ പോലും പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങളല്ല മൂന്നാറിലുള്ളത്. അതിന് മൂന്നാറുമായി ബന്ധിപ്പിച്ച് പ്രത്യേക പരിഗണന, അത് ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്ന്, എല്ലാ പാർട്ടികളും ചേർന്ന്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല, ബഹുജന സംഘടനകൾ, പരിസ്ഥിതി സംഘടനകൾ, അതുമാതിരി തന്നെ സ്വതന്ത്രരായ മറ്റ് ജനവിഭാഗങ്ങൾ, പാരിസ്ഥിതി പ്രവർത്തകർ, ഇതൊക്കെ ചേർന്നുണ്ടാക്കുന്ന ഒരു ഉയർന്ന സമവായത്തിലൂടെ മാത്രമേ പരിഹരിക്കപ്പെടൂ. ഇവിടെ പ്രശ്നം ഞാൻ പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് CPI-CPM തർക്കം ഉടലെടുക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് മാതിരി, ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ പറഞ്ഞത് മാതിരി തന്നെ CPI ഇതൊക്കെ പരിഹരിക്കാൻ തയ്യാറായി മുന്നോട്ട് പോകുമ്പോൾ CPM കണ്ടോ ഇതാ അവരെ എതിർക്കുന്നു. മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ഒരു സംഘഗാനമാണ് ഇത്. അവരെ കുറ്റപ്പെടുത്തുകയല്ല, അത്തരമൊരു സംഘഗാന ആലാപനത്തിനെ എതിർക്കുന്നില്ല CPI. സത്യത്തിൽ അവിടെ നടപ്പാക്കപ്പെടുന്നത് CPIയുടെയും CPMൻ്റെയും നയമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഒരു ഉദ്യോഗസ്ഥനെ മുൻനിർത്തി മാധ്യമങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് ഒരു കുടിയൊഴിപ്പിക്കലോ കുടിയിറക്കലോ ഒക്കെ ചെയ്യാവുന്ന നിലയ്ക്കുള്ള അന്തരീക്ഷമല്ല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമല്ല അവിടെ നിൽക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഇത്തരം അവിവേകപൂർണമെന്ന് നമുക്കിപ്പോൾ വിളിക്കാവുന്ന 2007 താങ്കൾ സൂചിപ്പിച്ചത് മാതിരി ചില ഇടപാടുകൾ നടത്തി. അങ്ങനെ നടത്തിയപ്പോൾ ആ പൊളിച്ചു മാറ്റപ്പെട്ട റിസോർട്ടുകളെ തന്നെ സംരക്ഷിക്കുകയാണ് കോടതി ചെയ്തത്. കോടതി വഴിയോ ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ വഴിയോ
പരിഹരിക്കാൻ കഴിയുന്ന ലാളിത്യമല്ല അവിടെയുള്ള പ്രശ്നത്തിന്. ശരി, രാഷ്ട്രീയമായി തന്നെ അത് പരിഹരിക്കണം. ശരി, അത് അതിന് തയ്യാറാകണം ശരിയാണ് രണ്ട് ശ്രീ പാർട്ടികളും ഭാസ്കരേന്ദ്ര ബാബു. എന്നാണ് പക്ഷേ എനിക്ക് കോടതി അത് പറയാനുള്ളത്. പൊളിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള നിലപാട് എന്താണ് എന്ന് നമുക്കറിയാം. ഏറ്റവും ഒടുവിലുള്ള കോടതി ഉത്തരവ് ആ പൊളിക്കലിനെതിരായിരുന്നു എന്നുള്ളത് മാത്രം. ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ ജേക്കബ് ജോർജ്, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ ഒരു വാചകം, ഇനി ആർക്കും കയ്യേറ്റം നടത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള നടപടികൾ എടുക്കും എന്നാണ്, കയ്യേറാൻ തോന്നാത്ത വിധത്തിലുള്ള നടപടി എടുക്കും എന്നാണ്. അത് നല്ലൊരു പ്രസ്താവനയാണ്, കേൾക്കാൻ ഇമ്പമുണ്ട് എന്നതിനപ്പുറത്ത് കൃത്യമായ ഒരു റോഡ് മാപ്പ് ഉണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഈ രണ്ട് പാർട്ടികളുടെയും നേതാക്കൾ നടത്തുന്ന വാചാടോപത്തിനപ്പുറത്ത് കൃത്യമായ ഒരു പ്ലാൻ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു അജണ്ട ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു മനക്കണക്കുണ്ടാവും, യാതൊരു സംശയവുമില്ല. പക്ഷേ എനിക്കതേക്കുറിച്ച് അറിയില്ല, നമുക്ക് അന്വേഷിക്കാം. ഇവിടെ ഞാനൊരു കാര്യം കൂടെ, ഭാസ്കരേന്ദ്ര ബാബുവും അതിനുമുമ്പ് ഹരീഷ് വാസുദേവനും പറഞ്ഞതിൻ്റെ ഒരു വാക്ക് എടുത്തിട്ട്, ഇത് പ്രതിച്ഛായ ഇമേജിൻ്റെ പ്രശ്നമാണ് ഹരീഷ് വാസുദേവൻ പറഞ്ഞത്. ഭാസ്കരേന്ദ്ര ബാബു ആ വഴിയിലേക്ക് വന്നു. അതായത് പ്രതിച്ഛായ ഉണ്ടാക്കാൻ, ഒരു ഗവൺമെൻറ്റിനകത്ത് നിന്നും കൊണ്ട് ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തുമ്പോൾ ആ പ്രതിച്ഛായ നിർമ്മിതിക്ക് വേണ്ടി വേറൊരാളുടെ പ്രതിച്ഛായ കളയണം. അതാണ് കേരള ചരിത്രത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് കാണാം. AK ആൻ്റണി നല്ല പ്രതിച്ഛായ ഉണ്ടാക്കിയത് പ്രതിസ്ഥാനത്ത് കരുണാകരനെ സൃഷ്ടിച്ചുകൊണ്ടാണ്. കരുണാകരൻ തിന്മയുടെ ആള്, ഞാൻ എല്ലാ നന്മകളുടെയും എല്ലാ നല്ലതുകളുടെയും ആള്. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു പട തന്നെ പൊരുതി, ഒരു പട തന്നെ ഉണ്ടായിരുന്നു ഈ നിർമ്മിതിക്ക് വേണ്ടി. അത് കഴിഞ്ഞിട്ടിങ്ങോട്ട് പിന്നീടും ഇതുപോലെ BS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായപ്പോഴാണ് ഈ ഒരു പ്രതിച്ഛായയുടെ ആവശ്യം അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹം മതികെട്ടാൻ മലയിൽ പോയതും ഒക്കെ അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു പ്രതിച്ഛായ നിർമ്മിതി ഉണ്ടായിരുന്നു. അപ്പോൾ പിണറായി വിജയൻ ഇതുപോലെ തിന്മയുടെ ആള്, ഞാൻ നന്മയുടെ ആള് എന്ന ഇത് അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ ഉണ്ടാക്കിയെടുത്തു. ഇന്നിപ്പോൾ ഒരു മുന്നണിക്കകത്തിരുന്നു കൊണ്ട് CPIയും CPMും ഹരീഷ് വാസുദേവനും പറഞ്ഞതുപോലെ ഈ കയ്യേറ്റ നിയന്ത്രണ ശ്രമങ്ങൾക്ക് പിന്നിൽ ഒരു ഇമേജ് ബിൽഡിംഗ് ശ്രമം ഉണ്ടെങ്കിൽ അവിടെ CPM മോശക്കാരാണ്, CPMും പിണറായി വിജയനും കയ്യേറ്റക്കാരോടൊപ്പം നിൽക്കുന്നു എന്നത് വരുത്തിയേ പറ്റൂ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അജണ്ടയുണ്ടെങ്കിൽ, ഒരു മുന്നണിക്കത്തിരുന്നു കൊണ്ട് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ഇങ്ങനെ ഒരു സംഭവം ഏറ്റുമുട്ടൽ നടത്തുന്നതിൻ്റെ രഹസ്യവും പിന്നാമ്പുറവും ഇതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിർഭാഗ്യകരമാണ്, അപകടകരവുമാണ്. റൈറ്റ്, അത് നല്ലൊരു നിരീക്ഷണമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി പെട്ടെന്നൊരു മദ്യനയം പ്രഖ്യാപിക്കാൻ തന്നെ കാരണം കമ്മിറ്റികളിലൊക്കെ ആവർത്തിക്കപ്പെട്ട ഞാൻ മാത്രം മദ്യവിരുദ്ധനും മറ്റെല്ലാവരും മദ്യാനുകൂലികളും എന്ന സമവാക്യം ഉണ്ടാക്കിയതിനെതിരെയുള്ള ഒരു പ്രതികരണമായിരുന്നു. എന്നതുമാതിരി ഇപ്പോൾ ഞങ്ങൾ കയ്യേറ്റ വിരുദ്ധരും ഇവർ കയ്യേറ്റ അനുകൂലികളും എന്ന തരത്തിലുള്ള ഒരു പ്രതിച്ഛായ നിർമ്മിതിക്ക് CPI ശ്രമിക്കുന്നുണ്ടോ? CPIMനെ മോശക്കാരാക്കി അതിന്റെ ഗുണഭോക്താവാകുക എന്ന ലക്ഷ്യം ഇതിനാകെ ഉണ്ടോ? അങ്ങനെ ഒരു അവിവേകപൂർണമായ ഒരു നിലപാട് എടുക്കാൻ സാധിക്കില്ല ഒരു മുന്നണിക്ക് എന്ന് പ്രവർത്തിക്കുമ്പോൾ. പ്രത്യേകിച്ച് ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണ്, ശ്രീറാം വെങ്കട്ടരാമൻ എന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ സബ് കളക്ടറായിട്ട് ചെല്ലുകയും അദ്ദേഹം ചില കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തപ്പോൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി, അതായത് CPMന്റെ പ്രാദേശിക നേതാക്കൾ, മണി അടക്കമുള്ള ആളുകൾ അതിനെ നിശിതമായി വിമർശിക്കുകയും, മണി അന്ന് മന്ത്രി ആയിട്ടില്ല, മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ മണി അതിഘോരമായി വിമർശിച്ചു. അദ്ദേഹം മന്ത്രിമാരായ സുനിൽ കുമാറിനും ചന്ദ്രശേഖരനും വിവരമില്ല എന്നൊക്കെ മൈക്ക് വെച്ച് പ്രസംഗിച്ചു. ഉത്തരവാദിത്തമുള്ള ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കുന്ന മണി, മന്ത്രിയാകാൻ പോകുന്ന തൊട്ടു മുമ്പുള്ള മണി. അങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയും രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ബന്ധം സാമാന്യം മോശമാകിച്ചു. അതിനുശേഷമാണ് മണി മന്ത്രിയാകുന്നത്. മന്ത്രിയായ ശേഷവും അദ്ദേഹത്തിന്റെ കീഴ് സിൽബന്ധികളും ഈ രീതിയിലുള്ള ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ നടത്തി. അതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് യോഗം വിളിച്ചുകൂടി സബ് കളക്ടറെ സ്ഥലം മാറ്റുകയില്ല എന്ന് ഉറപ്പു പറയുകയും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അത് തന്നെ സംഭവിച്ചു. അതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ വളരെ വ്യക്തമാണ്. CPMന്റെ പ്രാദേശിക നേതൃത്വം ഒരു കാരണവശാലും കയ്യേറ്റം ഒഴിപ്പിക്കാൻ കഴിയുകയില്ല എന്ന ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് അവരോട് തന്നെ ചോദിക്കണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയത്തിനെതിരായിട്ട് ഒരു പാർട്ടിക്ക് പ്രാദേശികമായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു? ഇനി പ്രാദേശികമായിട്ട് അങ്ങനെ ഒരു അവിവേകപൂർണമായ നിലപാട് പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ എടുക്കുകയാണെങ്കിൽ അവരെന്തുകൊണ്ട് മേൽഘടകത്തിന്
തിരുത്താൻ കഴിയുന്നില്ല. അവരെന്തുകൊണ്ടും നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇവിടെ കുരിശ് പൊളിച്ചല്ല പ്രശ്നം, കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള കുരിശിനോടുള്ള സ്നേഹമല്ലോ. ഇവിടെ കത്തോലിക്ക സഭയോ യാക്കോബായ സഭയോ അല്ലെങ്കിൽ മാർത്തോമ സഭയോ ഏതെങ്കിലും സഭയോ ഈ കുരിശ് കൃഷിയെ അനുകൂലിക്കുന്നുണ്ടോ? ഈ 25 അടി ഉയരമുള്ള കുരിശ് റവന്യൂ ഭൂമിയിൽ കയ്യേറി സ്ഥാപിച്ചതിന് ഏതെങ്കിലും ഒരു മെത്രാനോ മെത്രാപോലിത്തയോ അനുകൂലിച്ചിട്ടില്ല, അനുകൂലിക്കാൻ പറ്റില്ല. കുരിശ് ഒടിക്കുന്ന ടിവിയിൽ കണ്ടപ്പോൾ വിഷമം തോന്നിയെന്നാണ് ആലഞ്ചേരി പിതാവ് പറഞ്ഞു. മറ്റു പിതാക്കന്മാരൊക്കെ അങ്ങനെ പറഞ്ഞു. അത് ടിവിയിൽ കണ്ടതാണ് ബുദ്ധിമുട്ട്, അല്ലാണ്ട് കുരിശ് മാറ്റിയതല്ല. റവന്യൂ ഭൂമിയിൽ കുരിശ് കൃഷി നടത്തണമെന്ന് ഇതുവരെ ഒരു മെത്രാനും പറഞ്ഞിട്ടില്ല, ഒരു വൈദികനും പറഞ്ഞിട്ടില്ല, ഒരു വിശ്വാസിയും പറയുകയില്ല. ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ കാണാം. ഈ കുരിശ് നീക്കം ചെയ്യാൻ ഏറ്റവും ശക്തമായിട്ട് ന്യായീകരിച്ചിട്ടുള്ളത് അനുകൂലിച്ചിട്ടുള്ളത് ക്രിസ്തീയ സഭാവിശ്വാസികളാണ്. ആർക്കും അതിനെ ന്യായീകരിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ മതവികാരം ആളിക്കത്തിക്കാനായിട്ട് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ആളുകൾ ശ്രമിക്കുന്നത്? അവർക്കാണല്ലോ കുരിശോടിച്ചാൽ ഇത്ര ബുദ്ധിമുട്ട്. ഈ മെത്രാനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ച പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇപ്പൊ കുരിശിനെ കുറിച്ച് വേവലാതിപ്പെടുന്നത്? അത് മാത്രമല്ല, ഇവിടെ എന്തൊക്കെ ചെയ്തു, രൂപത അതിരൂപത എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച ആളുകളില്ലേ? യേശുവിലാണ് വിശ്വാസം, കീശയിലാണ് എന്നെ ആശ്വാസം എന്ന് പാടിയ മഹാകവികളില്ലേ? ഇവരൊക്കെ ഇപ്പൊ കുരിശിനെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടുകയും മതവികാരം വ്രണപ്പെട്ടതിൽ വ്യാകുല ചിത്തരായിരിക്കുകയും ചെയ്യുന്നു. ക്രിസ്ത്യാനികളുടെ ആരും വികാരം വ്രണപ്പെട്ടിട്ടില്ല. വ്രണപ്പെട്ടത് CPM-കാരുടെ വികാരമാണ്, കയ്യേറ്റക്കാരുടെ വികാരം വ്രണപ്പെട്ടു. ഇത് ഈ കുരിശ് പൊളിച്ചതിന്റെ തൊട്ട് പിറ്റേന്നുള്ള ദിവസങ്ങളിൽ തന്നെ ഉയർത്തപ്പെട്ടിട്ടുള്ള വിമർശനമാണ്. പക്ഷേ ഹരീഷ് വാസുദേവൻ, നമുക്കറിയാവുന്നതുപോലെ നിയമസഭാ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളൊന്നും അതിന്റെ ശുപാർശകളൊന്നും അങ്ങനെ തന്നെ നടപ്പാക്കാറില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ മുല്ലക്കര രത്നാകരൻ അധ്യക്ഷനായ സമിതി കൊടുത്തിട്ടുള്ള ശുപാർശകൾക്ക് നല്ല പ്രസക്തിയുണ്ട്. ഒന്ന്, മൂന്നാറിന് വേണ്ടി മാത്രമായി ഒരു പരിസ്ഥിതി നയം ഉണ്ടാകുക. 2, മൂന്നാറിന് വേണ്ടി മാത്രമായി കെട്ടിട നിർമ്മാണ ചട്ടം ഉണ്ടാകുക, അതിന് പൂർണ്ണമായ നിയമപരിരക്ഷ ഉണ്ടാകുക. ഇനി അവിടെ റിസോർട്ട്, ഹോട്ടൽ തുടങ്ങിയ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും നടത്താതിരിക്കുക, അത് അനുവദിക്കാതിരിക്കുക. ക്വാറിയിങ്, മൈനിങ് പോലെയുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും നടത്താതിരിക്കുക, അത് അനുവദിക്കാതിരിക്കുക. ഇതിനൊക്കെ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു നിയമനിർമ്മാണം ശുപാർശ ചെയ്തിരുന്നു. ഇപ്പോൾ CPM-ഉം CPI-യും ഏതാണ് വലിയ കയ്യേറ്റം, ഏതാദ്യം ഒഴിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്നു എന്നതിനപ്പുറത്ത് ഇത്തരത്തിൽ ഇപ്പോൾ അനിവാര്യമായി നടപ്പാക്കിയാൽ ഒരുപക്ഷെ മൂന്നാറിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന കുറേ നിർദ്ദേശങ്ങളുണ്ട്. അത് നടപ്പാക്കുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ശുഷ്കാന്തിയും കാണിക്കാത്തതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? അഭിലാഷ്, അതിന് തൊട്ടു മുമ്പ് 1 മിനിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ ശ്രീ ജേക്കബ് ജോർജ് ഉൾപ്പെടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. CPI മൂന്നാർ ഓപ്പറേഷന് പിന്തുണ പ്രഖ്യാപിക്കുകയും റവന്യൂ മന്ത്രി നേരിട്ട് കോടതി കേസുകൾ മോണിറ്റർ ചെയ്യുന്ന തരത്തിലുള്ള സപ്പോർട്ട് നൽകുകയും ചെയ്ത അത് പാർട്ടി ഒരുപക്ഷെ അവരുടെ ഇമേജ് ബിൽഡിങ്ങിന് ഉപകാരപ്പെട്ടേക്കാം എന്ന് ഞാൻ പറഞ്ഞത്, അത് ലക്ഷ്യവും ഉണ്ടായേക്കാം എന്ന് ഞാൻ പറഞ്ഞത് CPM-നെ താറടിച്ചു കാണിച്ചുകൊണ്ടുള്ള ഒരു ഇമേജ് ലക്ഷ്യമാകണമെന്നില്ല. കാരണം ആരുടെയെങ്കിലും ഇമേജ് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ഇമേജ് കിട്ടുന്നതെങ്കിൽ ഇവിടെ CPM, CPI ഉൾപ്പെടെയുള്ള ഇടതുമുന്നണി മുന്നോട്ട് വെച്ച ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം CPI നടപ്പാക്കാൻ ഇറങ്ങുകയും അത് നടപ്പാക്കുകയും ചെയ്താൽ ഇമേജ് വാസ്തവത്തിൽ നഷ്ടപ്പെടേണ്ടത് കയ്യേറ്റക്കാർക്ക് മാത്രമാണ്. CPM-ന് ഇമേജ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ CPM അതിനകത്തൊരു പക്ഷം പിടിച്ച് നേരത്തെ ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ ആദ്യം രംഗത്ത് വന്നത് റവന്യൂ മന്ത്രിക്കെതിരെ ശ്രീ MM മണി പരസ്യമായ പ്രസ്താവനയിലൂടെയാണ്. ഇനി വിഷയത്തിലേക്ക് വന്നാൽ CPIയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ കേസിൽ മാത്രമല്ല അതിരപ്പള്ളി മുതൽ കേരളത്തിലെ ഒട്ടുമിക്ക പരിസ്ഥിതി പ്രശ്നങ്ങളിലെല്ലാം തന്നെ CPI ഒന്നാം രംഗത്ത് തന്നെ പരിസ്ഥിതി പ്രവർത്തകരോടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ ഒരു പാർട്ടിയെ വ്യക്തിപരമായി സപ്പോർട്ട് ചെയ്യല്ല, പക്ഷെ ഞാൻ പങ്കെടുത്ത എല്ലാ പരിസ്ഥിതി സമ്മേളനങ്ങളിലും എല്ലാ പരിസ്ഥിതി വിഷയങ്ങളിലും CPI ഏറെക്കുറെ പരിസ്ഥിതി പ്രവർത്തകരോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ഇനി മൂന്നാറിലേക്ക് വന്നാൽ കഴിഞ്ഞ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ടാറ്റയിൽ നിന്ന് പിടിച്ച 17,900 ഏക്കർ ഭൂമി വനമായി നോട്ടിഫൈ ചെയ്യണമെന്ന് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തപസ് ചെയ്തതുപോലെ മന്ത്രിസഭാ യോഗത്തിൽ പോലും VS അച്യുതാനന്ദനുമായി കൊമ്പുകോർത്ത് പോലും ആ തീരുമാനം എടുപ്പിക്കാൻ ശക്തമായ നിലപാട് സ്വീകരിച്ചത് അന്നത്തെ വനമന്ത്രി ശ്രീ ബിനോയ് വിശ്വമാണ്. അന്നത്തെ കൃഷിമന്ത്രി ശ്രീ മുല്ലക്കര രത്നാകരൻ അതിന് വലിയ പിന്തുണ മന്ത്രിസഭയ്ക്ക് അകത്ത് നൽകി. ആറന്മുളയുടെ ഉദാഹരണം നമുക്കറിയാം. ആറന്മുള പ്രോജക്ടിനെതിരെ മാതൃഭൂമിയുടെ തലവാചകം നിങ്ങൾ ഓർക്കും. പിറ്റേ ദിവസത്തെ കോടിയേരി ബാലകൃഷ്ണൻ സമവായത്തിലെത്തുകയും എന്നാൽ ശക്തമായി അതിനെ എതിർക്കുകയും ചെയ്തത് മുല്ലക്കര രത്നാകരനാണെന്ന് നമ്മൾ ഓർക്കണം. ഇത്തരത്തിൽ CPIക്ക് അവരുടെ പ്രഖ്യാപിത നയം മൂന്നാറിലും മറ്റ് പരിസ്ഥിതി സമരങ്ങളിലും പരിസ്ഥിതിക്ക് അനുകൂലമായി ഉണ്ട് എന്നതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും ഒരുപക്ഷെ മുല്ലക്കര രത്നാകരന്റെ റിപ്പോർട്ടിനെ, പുതിയ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ നാം കാണേണ്ടത്. വളരെ ശക്തമായിട്ടുള്ള റിപ്പോർട്ടാണ് അത് മൂന്നാറിന്റെ പ്രായോഗിക താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. അത് ദീർഘകാല അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കണം മൂന്നാർ പ്ലാൻ ചെയ്യേണ്ടത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് പ്രത്യേക കെട്ടിട നിർമ്മാണ ചട്ടം, പ്രത്യേക വികസന അതോറിറ്റി, ഇതെല്ലാം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തപ്പോൾ
ഏതെങ്കിലും CPM-കാരൻ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കണം എന്നതിനപ്പുറം മൂന്നാറിന്റെ ദീർഘകാല വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന CPM-കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇത് കൂട്ടിവായിക്കുമ്പോൾ നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ഒരു CPM-കാരനും ഒരു ചർച്ചയിലും പറഞ്ഞ് ഞാൻ കേട്ടില്ല എന്ന അഭിലാഷ് പ്രത്യേകം ഓർക്കുമല്ലോ. ഇതുകൊണ്ട് തന്നെ ആത്മാർത്ഥത ഈ കാര്യത്തിൽ കയ്യേറ്റക്കാരോട് അചഞ്ചലമായ ഭക്തിയും താല്പര്യവും പ്രകടിപ്പിക്കുന്ന ശ്രീ M.M. മണിയെ പിന്തുണയ്ക്കുന്ന CPM-ന്റെ നിലപാട് കയ്യേറ്റത്തിന് അനുകൂലമാണ് എന്ന് വിശ്വസിക്കുകയെ വസ്തുതകൾ വെച്ച് നിവൃത്തിയുള്ളൂ. റൈറ്റ്, അതാണ് ശ്രീ ഭാസുരേന്ദ്ര ബാബു. നമ്മൾ വെറുതെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നതല്ല, മറിച്ച് നമ്മുടെ മുമ്പിലുള്ള കുറേ യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ. കുരിശ് പൊളിച്ച സംഭവം ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ കുരിശ് സിറോ മലബാർ സഭയോ കേരളത്തിലെ ഏതെങ്കിലും കത്തോലിക്ക സഭയോ അവരുടേതാണെന്ന് കരുതുന്ന ഒന്നല്ല, മറിച്ച് അവർ തന്നെ പുറത്താക്കിയിട്ടുള്ള ഒരാൾ, ഒരു സാധാരണ വിശ്വാസിയാണെങ്കിൽ പോകട്ടെ, കയ്യേറ്റക്കാരൻ എന്ന് നിരവധി റിപ്പോർട്ടുകളുള്ള, നിരവധി തവണ അന്വേഷണങ്ങൾ നേരിട്ട ഒരാൾ, കയ്യേറ്റക്കാരൻ എന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിട്ടുള്ള, ഭൂമി തിരിച്ചുപിടിക്കണമെന്ന് ഉത്തരവിട്ടിട്ടുള്ള, ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടുന്ന ഒരു ആളുടെ കുടുംബാംഗം കൊണ്ടുവച്ച ഒരു സംഭവമാണ്. അത് പൊളിക്കുന്നതിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആരുടെയും മതവികാരം ഉണർന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അതിനെ മറയാക്കിക്കൊണ്ട് മൂന്നാറിൽ ഇനി JCB വേണ്ട എന്ന് തീരുമാനിക്കുന്നു. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ മന്ത്രി M.M. മണിയോടുകൂടി ആലോചിച്ച ശേഷം മതി എന്ന് തീരുമാനിക്കുന്നു. അദ്ദേഹത്തോട് ആലോചിച്ചാലും പോരാ, മതമേലധ്യക്ഷന്മാരോടും മറ്റ് അവിടവുമായി ബന്ധപ്പെടുന്ന സകല ആളുകളോടും ബന്ധപ്പെട്ട് ആലോചിച്ച് സമവായം ഉണ്ടാക്കിയതിന് ശേഷം മതി എന്ന് തീരുമാനിക്കുന്നു. ഈ ഒരു കുരിശു പൊളിക്കൽ എന്നൊരൊറ്റ കാര്യത്തെ ആധാരമാക്കി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം എങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാകുമല്ലോ. അത് നമ്മുടെ ഒരു കോമൺ സെൻസ് ആണ്. നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളെ ആധാരമാക്കി അങ്ങനെയല്ലേ അതിനെ വിലയിരുത്താൻ പറ്റൂ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതുവരെ ശ്രീ ഹരീഷ് വാസുദേവനും അതുപോലെ തന്നെ അഭിലാഷും ഒക്കെ ഷെയർ ചെയ്യുന്ന ആ വികാരത്തിൻ്റെ സവിശേഷത ഞാൻ നേരത്തെ അതിൻ്റെ ഭാഗികമായി സൂചിപ്പിച്ചു. എങ്കിലും ഒരു വലിയ ഭൂമി കയ്യേറ്റക്കാരനെ അപ്പുറത്ത് നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. എങ്ങനെ പ്രതിഷ്ഠിക്കുന്നു? അതിൻ്റെ പൊതു പശ്ചാത്തലത്തിൻ്റെ ഒരു ആനുപാതികതയിലും വരാത്ത ഒരു കയ്യേറ്റക്കാരൻ, അജ്ഞാതനായി നിൽക്കുന്ന ഒരു മഹാ കയ്യേറ്റക്കാരൻ, നമ്മുടെ സസ്പെൻസ് ത്രില്ലറുകളിൽ ഇനിയും വരാത്ത ഒരു വലിയ വില്ലൻ, അയാളെ മുൻനിർത്തി നിങ്ങൾ എല്ലാം ഭാവന ചെയ്യുന്നു. അതിന് പകരം ലളിതമാണല്ലോ, തുറന്ന പുസ്തകം മാതിരിയല്ലേ മൂന്നാർ കിടക്കുന്നത്. ആ മൂന്നാറിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരൻ ഇപ്പോൾ നോക്കുമ്പോൾ ടാറ്റയാണ്. ആ ടാറ്റയെ തന്നെ അത്ര എളുപ്പമല്ല പിടിക്കാനെന്ന് ഈ നമ്മുടെ കാനൻ രാജേന്ദ്രൻ തന്നെ പറയുന്ന ഒരു വസ്തുതയാണ്. കാരണം എവിടെ നിന്ന് എവിടെ അളന്ന് തീർക്കണം, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ സങ്കീർണത ഈ ടാറ്റയുടെ കയ്യേറ്റം ഒഴിപ്പിക്കൽ സങ്കീർണമാണ് എന്ന് പറയുന്നത് അവർക്ക് നിയമപരമായി അവർക്ക് അവകാശമുള്ള ധാരാളം ഭൂമി അവിടെ ഉള്ളത് കൊണ്ട്, അതല്ലാതെ എക്സസ് ആയ ഭൂമി ഏതാണ് എന്ന് ഇനിയും കണ്ടുപിടിക്കാനുള്ളത് കൊണ്ടൊക്കെയാണ്. ഇത് പക്ഷേ വളരെ പ്ലെയിൻ ആണ്. കാരണം പട്ടയമില്ലാത്ത ഭൂമിയാണ് എന്നുള്ളത് ഈ പറയുന്ന കുരിശു കൊണ്ടുവച്ച ആളുകൾ പോലും സമ്മതിക്കും. ഇത് സർക്കാരിന്റെ ഭൂമി നഗ്നമായി കയ്യേറിയ ഒരു ഏർപ്പാടാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റേത് കൈവശ ഭൂമി എത്ര, പിന്നെ അവർ കുറച്ചും കൂടി കൈവശം വെച്ചത് എത്ര തുടങ്ങിയ കാര്യങ്ങൾക്ക് പഠനവും സർവേയും ഒക്കെ ആവശ്യമാകും. ഇത് പക്ഷേ സർക്കാരിന്റെ ഭൂമിയിൽ ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോയി ഒരു കുരിശു നാട്ടി കയ്യേറ്റം നടത്തുക എന്നുള്ളത് അങ്ങേയറ്റം സിമ്പിളാണ്. അത് ഒഴിപ്പിക്കുന്നതിന് ഈ ടാറ്റായുടെ കാര്യം പറഞ്ഞ് തടസ്സം എന്തിനെന്നാണ് ചോദ്യം. ഞാൻ അതിലേക്ക് തന്നെയാണ് വരാവുന്നത്. ഇപ്പോൾ താങ്കൾ അത് എളുപ്പം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ കുരിശു കൊണ്ടുവച്ചത് ടോം സക്കറിയാണെന്ന് നമുക്ക് സങ്കല്പിക്കുക. അങ്ങനെ കഴിയുള്ളൂ. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഒരു നോട്ടീസ് അവിടുത്തെ തഹസീൽദാർ കൊടുക്കുകയുണ്ടായി അദ്ദേഹത്തിന്. ഹരീഷ് വാസുദേവനും അത് കേൾക്കണം. അതിന് ടോം സക്കറിയ പറഞ്ഞ മറുപടി എന്തായിരുന്നു? സ്പിരിറ്റ് ഓഫ് ജീസസുകാരൻ പറഞ്ഞത്, ഞങ്ങൾ അവിടെ കുരിശൊന്നും വെച്ചിട്ടില്ല, ഞങ്ങളുടേതല്ല. ഇനിയും നിങ്ങളിതിങ്ങനെ നോട്ടീസ് അയച്ചാൽ എന്താ പറയുക, മാനനഷ്ടത്തിന് കേസെടുക്കും. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. നിശ്ചയമായും അത് പൊളിക്കണം. ആർക്കാണ് അതിന് എതിരുണ്ടാവുക? പൊളിക്കുക തന്നെ വേണം. കാരണം കയ്യേറുക, എന്നിട്ട് നിരുത്തരവാദപരമായി ഞങ്ങളല്ലെന്ന് പറയുക, ഒത്താലൊക്കട്ടെ എന്ന് വിചാരിക്കുക, ഇതൊക്കെ മൂന്നാറിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നു. ഇനി പൊളിക്കണമെന്ന് തീരുമാനിക്കുന്നു നമ്മുടെ ശ്രീറാം വെങ്കടേഷ്, അല്ലെങ്കിൽ ശ്രീറാം എന്ന് പറയുന്ന സബ് കളക്ടർ, അദ്ദേഹം അതിനുവേണ്ടി പോകുമ്പോൾ എന്തിനായിരുന്നു ഈ മാധ്യമ പ്രവർത്തകർ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. മാധ്യമ പ്രവർത്തകരുടെ അനുധാപനം എന്തിനാണ് ഒരു സബ് കളക്ടർക്ക്? അതിന് കൃത്യം ഉത്തരം പറയണം. കാരണം മാധ്യമ പ്രവർത്തനത്തിന്റെ മാധ്യസ്ഥം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അത് ഒരു വലിയ പ്രശ്നമാകില്ല. ഒരു പ്രത്യയശാസ്ത്ര നിർമ്മിതിക്ക്
അവസരം സൃഷ്ടിക്കില്ല. CPI-ക്കാർ മറുപടി പറയണം. എന്തിനായിരുന്നു ഉദ്യോഗസ്ഥൻ അതുകൊണ്ട് പോയത്? ഇനി അങ്ങനെ വേണമെങ്കിൽ ഒരു IAS-കാരൻ്റെ നിയമാവലി വെച്ച് ഞാൻ പറയട്ടെ, ഒരു സ്വകാര്യമായി ഔദ്യോഗികമായി വീഡിയോ പിടിച്ചു വെക്കുന്നതിന് മാധ്യമ പ്രവർത്തകരൊന്നും വേണ്ട, കുട്ടിക്കോശങ്ങളും വേണ്ട. അതാണ് ഈ സംഭവത്തിലുള്ള വിഷയമെങ്കിൽ നമ്മൾ അത് അഭിസംബോധന ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട വിഷയം ലളിതമാണല്ലോ. ഇവിടെ പിണറായി വിജയനാകട്ടെ MM മണിയാകട്ടെ ഉന്നയിച്ച ഒരു ഭയം എന്ന് പറയുന്നത് ഈ കുരിശ് പൊളിക്കുന്ന വിഷ്വൽ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഓരോ വീട്ടിലും എത്തിക്കും, CD ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലോ. അന്നിത് കയ്യേറ്റം ഒഴിപ്പിക്കലാണോ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ളതായിരിക്കില്ല, മറിച്ച് ഒരു കുരിശ് പൊളിക്കപ്പെടുന്ന ദൃശ്യം മാത്രം എന്നുള്ള തരത്തിലായിരിക്കും 4 വർഷം കഴിയുമ്പോൾ അവതരിപ്പിക്കപ്പെടുക എന്ന ഭയം ഈ രോഷപ്രകടനത്തിന് അല്ലെങ്കിൽ ഈ നടപടിക്ക് പിന്നിലുണ്ടാകും. അവിടെ സബ് കളക്ടറെ സംബന്ധിച്ച് ജോലി ചെയ്യാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്താൽ പോരെ? എന്തിന് ഈ പുലർച്ചെ നേരത്തും കാലക്കൂട്ടി മാധ്യമങ്ങളെയും ക്യാമറകളെയും ഒക്കെ അറിയിച്ച് ഇങ്ങനെ ഇതിനൊരു ഷോ ആക്കി മാറ്റുന്നു? അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ദൃശ്യം എന്നുള്ളത് അടയാളപ്പെടുത്തണം എന്ന് വരുന്നത് എന്തിന്റെ താല്പര്യമാണ്? അല്ല, ഇത് ശ്രീ ഭാസുരേന്ദ്ര ബാബുവിന്റെ വാദം നമ്മൾ അംഗീകരിക്കണമെങ്കിൽ 4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് കേരളത്തിലെ മൊത്തം ആളുകൾക്ക് ഡിമിനേഷ്യ ബാധിക്കും. അവർക്ക് ആർക്ക് യാതൊരു ഓർമ്മയുണ്ടാവില്ല. ഇത് മൂന്നാറിലെ കുരിശ് പൊളിച്ചതാണോ, അതോ ഇനി സിറിയയിലും പാലസ്തീനിലും അല്ല ഇറാഖിലും ഒക്കെ IS-കാര് ഈ ക്രിസ്ത്യൻ പള്ളികളെ ആക്രമിക്കുന്നുണ്ട്. ഇവിടെ ചില മതമേലധ്യക്ഷന്മാരെ തന്നെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പൊളിച്ചതാണോ എന്നൊക്കെ സംശയം തോന്നും. മലയാളികൾക്ക് ആർക്കും അങ്ങനെ ഒരു സംശയം തോന്നില്ല. അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ നല്ല ഓർമ്മയുണ്ടാവും. ഇത് മൂന്നാറിലെ കയ്യേറ്റ ഭൂമിയിൽ 500 ഏക്കർ 200 ഏക്കർ സ്ഥലം കയ്യേറി 25 അടി ഉയരമുള്ള കുരിശ് സ്ഥാപിച്ചാൽ ഈ നാട്ടിലെ എല്ലാ ക്രിസ്ത്യാനികൾക്കും ഓർമ്മയുണ്ടാവും, മുസ്ലിങ്ങൾക്കും ഓർമ്മയുണ്ടാവും, ഹിന്ദുക്കൾക്കും ഓർമ്മയുണ്ടാവും. ഇത് ഭൂമി കയ്യേറുന്നവർക്ക് എതിരായിട്ടുള്ള ഒരു താക്കീതായിട്ട് തന്നെ ആളുകൾ ഓർമ്മിക്കുകയുള്ളൂ. അല്ലാതെ പിണറായി വിജയന് MM മണിക്ക് ഭാസുരേന്ദ്ര ബാബുവിനുള്ള പോലത്തെ ഒരു സംശയം വേറെ ഒരാൾക്കുണ്ടാകില്ല. അവർക്ക് സംശയമൊന്നുമില്ല. അവർക്ക് സംശയം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലേക്ക് കയ്യേറുമോ എന്നുള്ള നമ്മുടെ കയ്യാറ്റം പിടിക്കുമോ, നമ്മളെ ഒഴിപ്പിക്കുമോ എന്ന ഭയം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് കുരിശിനെ കുറിച്ചുള്ള ഭയമൊന്നുമല്ല. ഇതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള പല തക്കടി വിദ്യകളിൽ ഒരു വിദ്യ മാത്രമാണ്. കൊച്ചുകുട്ടികൾക്ക് പോയി മനസ്സിലാവില്ല. അല്ല, അതിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ഉള്ള പ്രശ്നം, ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരിശ് കയ്യേറ്റമാണെങ്കിൽ അത് ഒഴിപ്പിക്കണം, അത് ഒഴിപ്പിച്ചാൽ പോരെ? എന്തിനാണ് ചാനലുകളെ വിളിച്ചു കൊണ്ടുപോയി ഒഴിപ്പിക്കുന്നത്? ചാനലുകളെ വിളിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഏത് സ്ഥലത്ത് എന്ത് സംഭവം ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യല്ല ചെയ്യണം. അഭിലാഷ്, നിങ്ങൾ തന്നെ ഇത് എന്നോട് ചോദിക്കുന്നതിൽ എന്ത് ന്യായമുള്ളത്? അല്ലല്ല, അങ്ങനെയല്ല. ഇതിപ്പോ അങ്ങനെ ഒരു ഇവന്റ് നടക്കും എന്ന് അറിവില്ലെങ്കിൽ മാധ്യമങ്ങൾ പോകില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരു റവന്യൂ ഉദ്യോഗസ്ഥന് ആരെയും അറിയിക്കാതെയും ഇത് നടത്താം. ആരെയും അറിയിക്കാതെ ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ വിജിലൻസ് റെയ്ഡ് നടക്കുമ്പോൾ പോലും നിങ്ങൾ ഓടി ചെല്ലുകയില്ലേ? എന്താണ് നമ്മുടെ ആ PWD സെക്രട്ടറി ആയിരുന്ന അയാളുടെ പേരെന്താണ്? സൂരജിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ നിങ്ങൾക്ക് എത്തിയില്ലേ? അതെങ്ങനെ എത്തിയത്? വിജിലൻസ് കമ്മീഷണർ നിങ്ങൾ വിളിച്ചു പറഞ്ഞോ? ഇല്ല, വിജിലൻസിൽ മാധ്യമങ്ങൾക്ക് സോഴ്സ് ഉണ്ടാവും, അവിടുന്ന് വിവരം കിട്ടും. അതാ പറഞ്ഞേ, എല്ലാവർക്കും സോഴ്സ് ഉണ്ടാവും. സൂരജിന്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ മാധ്യമപ്രവർത്തകർ എങ്ങനെ എത്തിയത്? KM എബ്രാമിന്റെ വീട്ടിൽ ആരാ എത്തിയത്? എങ്ങനെ എത്തിയത്? അതൊക്കെ അതാത് സമയത്ത് അവിടെ അറിയിക്കാനുള്ള സംവിധാനം ഓരോ ഓഫീസിലും പത്രപ്രവർത്തകർക്ക് സംവിധാനങ്ങൾ ഉണ്ടാവും. മാധ്യമപ്രവർത്തകരോട് ഞാനിത് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ കണ്ടുപിടിക്കാറുണ്ട് ശ്രീ ജയശങ്കർ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കുരിശ് എന്തായാലും ഒരു മതപ്രതീകമാണ്, അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ. അത് കയ്യേറി കൊണ്ടുവച്ചതാണ് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അവിടെ എന്തായാലും 144 പ്രഖ്യാപിച്ച് അത് ഒഴിപ്പിക്കുമ്പോൾ അത് വളരെ ഗൗരവമുള്ള ഒരു സ്ഥിതിവിശേഷം എന്ന് ജില്ലാ ഭരണകൂടം ഉൾക്കൊണ്ടിട്ടാകുമല്ലോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി രഹസ്യാത്മകമായി നടത്താൻ പറ്റാത്തതല്ലല്ലോ. അല്ല, അപ്പൊ പറയും മാധ്യമങ്ങളെ അറിയിക്കാതെ എന്തിന് ഇയാളോട് പോയി പൊളിച്ചു? മാധ്യമങ്ങളെ എന്തുകൊണ്ട് അങ്ങനെ കയറ്റിയില്ല? 144 പ്രഖ്യാപിച്ചതിന് ഇപ്പോൾ വലിയ ആക്ഷേപമായിട്ട് നിൽക്കണം. കാരണം 144 പ്രഖ്യാപിച്ച എന്തിനോട് വെച്ചാൽ അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷേ സംഘർഷാവസ്ഥ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മുമ്പ് ഇത് പൊളിപ്പിക്കാൻ ചെന്നപ്പോൾ CPM-കാരാണ് തടഞ്ഞത്. മനസ്സിലായില്ലേ? അതല്ലാണ്ട് ടോം സക്കറിയൊക്കെ അവിടെ ഒരാളെ കൂട്ടിയിട്ട് തടയിപ്പിക്കാനുള്ള സംവിധാനമൊന്നുമില്ല. CPM-കാർക്കേ തടയാൻ പറ്റുള്ളൂ. അല്ലാതെ പുറമേ നിന്ന് ചന്ദ്രഗ്രഹത്തിൽ നിന്ന് ആൾക്കാർ ഒന്നും തടയൂലല്ലോ. ഇവിടെ സംഭവിച്ചിട്ടുള്ള ഇതാണ്. അപ്പൊ അങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 144 പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ശരി, ഈ വിവരം പറഞ്ഞ് മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ട് പോലീസ് ലാത്തി ചാർജ് നടത്തില്ല എന്നായിരിക്കും ഇനി വരാൻ പോകുന്ന ചോദ്യം. ശരി, അതാണ് താങ്കൾക്ക് അക്കാര്യത്തിൽ കാണാനുള്ളത്. ശ്രീ ജേക്കബ് ജോർജ്, CPI അല്ലെങ്കിൽ CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പ്, അതിന്റെ ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഈ ദൃശ്യം എടുക്കപ്പെടട്ടെ എന്നുള്ളതൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ചെയ്യുന്നതാണെങ്കിൽ അത് മൂലക്കിരുന്ന കോടാലി എടുത്ത് കാലിലിടുന്നത് മാതിരിയാണല്ലോ. കാരണം ഒരു എതിർ മതവികാരം ഉണ്ടായാൽ, ഒരു മതവികാരം വ്രണപ്പെടുന്ന സംഭവം ഉണ്ടായാൽ CPIM-നെ എങ്ങനെ ബാധിക്കുമോ അതുപോലെ തന്നെ CPI-യെയും ബാധിക്കണമല്ലോ അടുത്ത തെരഞ്ഞെടുപ്പിൽ, അത് ഏത് തെരഞ്ഞെടുപ്പായാലും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ദൃശ്യം വരുത്തണം എന്ന ഒരു ആലോചന ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ശരിക്കും വന്യമായിട്ടുള്ള ചിന്തയല്ല. എന്തുകൊണ്ട് ഇങ്ങനെ പോസിറ്റീവായ ഒരു നടപടി ഉണ്ടാകുമ്പോൾ, കയ്യേറ്റമായ ഒരു ഭൂമി ഒഴിപ്പിക്കുമ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ചിന്തയിലേക്ക് ഭരണകൂടം പോകണം? എന്തിനാണ് CPI-യെ ഇത്ര അവിശ്വാസം CPIM-ന്?
അഭിലാഷേ, ഒരു കുരിശ് പൊളിക്കുക എന്നുള്ളത്, ഇപ്പം ഞാനൊരു നല്ല മർത്തമ ക്രിസ്ത്യാനിയാണെന്നാണ് വെയ്പ്പ്. നമ്മൾ പറയാമല്ലോ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്കല്ല, അതൊരു മതപരമായ ഒരു സിമ്പലാണ്. ആ ഒരു കുരിശ് JCB കൊണ്ട് തകർക്കുക എന്നുള്ളത് ഇന്നല്ല, നേരത്തെ അഭിലാഷ് തന്നെ പറഞ്ഞതുപോലെ കുറേ കഴിയുമ്പോഴത്തേക്ക് പിണറായി സർക്കാരേ കുരിശ് തകർത്ത സർക്കാരാണ്, പിണറായി കുരിശ് തകർത്ത ആളാണ് എന്ന മുദ്ര